ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൃഷ്ണനോട് ചോദ്യം ചോദിക്കുകയാണ്. ബിക്കോസ് ഞങ്ങൾക്കൊക്കെ ഒരു ടോർച്ച് ബെയറാണ് ഈ ഇൻഡസ്ട്രിയിൽ. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസം വന്ന ആവാസികം വന്നപ്പോഴാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പം ഈ വരുന്ന കണ്ടന്റുകളെയൊക്കെ ഒരു ഫ്ലാഗ്ഷിപ്പ് ആയിട്ട് നിന്നിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു പാത വെട്ടി തുറന്ന ആളാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ എങ്ങനെയാണ് ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഞങ്ങൾക്ക് എങ്ങനെയാണ് മുമ്പിലിട്ടൊരു ഗൈഡൻസ് തരാൻ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു കണ്ടന്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വെൻ ഐ സോ ദ ഫിലിം ഫോർ ദ ഫസ്റ്റ് ടൈം എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ ടു മെനി പാർട്സ് വിച്ച് ആർ റിയലി വണ്ടർഫുൾ. വിക്ടർ സാറിന്റെ പാട്ട് നല്ല രസമുണ്ട്, എല്ലാം സെപ്പറേറ്റ് പീസസ് ആയിട്ട് ഇത് ഭയങ്കര രസമാണ്. പക്ഷെ ഇത് ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ നമുക്ക് തോന്നത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്തുവിന്റെ എനിക്ക് സൈഡ് ആണോ എന്ന് അറിയത്തില്ല, ഫിലിം മേക്കറിന്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന പോലെ ഒരു ഫിലിം ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻഡ് യൂസറിന് അതുമായിട്ട് കണക്ട് ആകുന്നില്ല. എൻഡ് യൂസറിന് ആ ഒരു ഫിലിമുമായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അത് അങ്ങനത്തെ സിനിമ ആയിപ്പോയി. മാർവലൊക്കെ വന്നിട്ട് നമ്മുടെ സിനിമ എന്ന് പറഞ്ഞിട്ട് യൂസർ എക്സ്പീരിയൻസ് മാനുവൽ ആക്കിയിട്ടുണ്ട്. അങ്ങനത്തെ എല്ലാ 4 സെക്കൻഡിലും ഒരു ത്രസിപ്പിക്കുന്ന ഒരു സാധനം വരണം, ഒരു റിതമിൽ കൊണ്ട് പോകണം. പിന്നെ ലാർജർ ദാൻ ലൈഫ് ഇമേജസ് VFX വെച്ച് കാണിക്കും. അങ്ങനെയൊക്കെ ഒരു പാറ്റേണിലാണ് ആൾക്കാരുടെ ഒരു ഫിലിം മേക്കിംഗ് സംഭവം വരിക. അതുകൊണ്ട് നല്ല നുവാൻസ്ഡ് ആയിട്ടുള്ള സിനിമകൾ ഒരുവിധം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണലി വൈപ്പ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അത്. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് ഇത് എത്ര നല്ലതെന്ന് പറഞ്ഞാലും പീപ്പിൾ മൈറ്റ് നോട്ട് കണക്ട് വിത്ത് ദിസ്, ദേ വിൽ നോട്ട് റീച്ച് ദ കോർ ഐഡിയ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആദ്യമൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന പോലെ ഫുള്ളായിട്ട് അങ്ങ് മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇത് റിസീവ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് മോശമാണ്, അല്ലെങ്കിൽ ചില ഏരിയാസ് ഭയങ്കര രസമുണ്ട് മാൻ, പക്ഷെ ബാക്കിയൊന്നും കൊള്ളത്തില്ല. ഇതിന്റെ മ്യൂസിക് ഡയറക്ടറിനെ ഞാൻ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മ്യൂസിക് ചെയ്യാൻ അറിഞ്ഞൂടല്ലോ. അതെ, എന്നിട്ട് മ്യൂസിക് ഡയറക്ടർ എന്തിനാണെങ്കിലും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കുറെ റീയൊക്കെ അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്തായിരുന്നു. അപ്പം മ്യൂസിക് ഡയറക്ടർ അത് ഇയാൾ കൊടുത്ത റെഫറൻസ് അങ്ങനെ ആയിപ്പോയെന്ന്. അങ്ങനെ വി സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ദിസ് നോട്ട് ഫ്രം സ്ക്രാച്ച്. പക്ഷെ വി ഓൾറെഡി ഹാഡ് ദ മെറ്റീരിയൽ. ഇത് ഷൂട്ട് ചെയ്താൽ ഇങ്ങനത്തെ ഒരു സാധനത്തിന് എന്തൊക്കെ ചെയ്താലും ഇതിനെ ബെറ്റർ ആക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇതിനെ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ then it's very tough to actually discover something very sharp from this mess. അപ്പൊ ഈ മെസ്സ് ഓൾറെഡി ഉണ്ട്. ഇതിനകത്ത് ഒരുപാട് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഒരുപാട് ജോക്സുകളുണ്ട്. അത് നിങ്ങൾ ടീച്ചറായിട്ടൊക്കെ കാണുന്നുണ്ട്. അതെല്ലാം ഇതിനകത്ത് കണ്ടന്റിനകത്തുള്ള ഹ്യൂമറാണ്. പിന്നെ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോർച്ച് ബെയറർ അങ്ങനെയൊക്കെ പറയുന്ന സാധനമൊക്കെ അത് ഐ തിങ്ക് അതൊക്കെ ചുമ്മാ തോന്നുന്നതാണ്. കാരണം ഞാൻ ഡെലിബറേറ്റ്ലി അല്ല ഇങ്ങനെ വന്നത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം സിനിമ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സിനിമ സ്വന്തമായിട്ട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഹൗ കൻ ഐ മേക്ക് എ ഫിലിം വിത്ത് വാട്ട് ദി തിങ്സ് ദാറ്റ് ഐ ഹാവ് വെച്ചിട്ട് ചെയ്ത ഫിലിംസ് ഐ കുഡ് സെൽ ആൻഡ് ഐ കുഡ് ഓൾസോ ഗെറ്റ് സം റെക്കഗ്നീഷൻ. അപ്പോൾ അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടന്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും അത് നമ്മൾ ലൈവിൽ പറഞ്ഞ പോലെ ഒരു ചെറിയ വീട്, അവിടുത്തെ അവിഹിത ഗർഭം, അതിൻ്റെ അച്ഛനാരെന്ന് കണ്ടുപിടിക്കുന്ന അങ്ങനത്തെ സിനിമകളും അല്ല. 5 പേര് ഒരു മുറിയിലുണ്ട്, ഒരാൾ ചത്ത് കിടന്നു, വഴി കൂടെ പോയി ചേട്ടനാണ് കൊന്നെന്ന് പറയുന്ന സിനിമയല്ല. അങ്ങനത്തെ സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പർട്ടിക്കുലർ രീതിയുണ്ട് പറയാൻ. മലയാള സിനിമ അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ അങ്ങനത്തെ സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എൻ ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കർ ഐ കനോട്ട് സെൽ ദിസ് കണ്ടന്റ്. അപ്പൊ അതുകൊണ്ട് അതിനെ ഒന്ന് ആ പറയുന്ന രീതിയിൽ ഒരു മാറ്റം വരുത്തിയിട്ട് അത് പറയാൻ നോക്കുന്നതാണ്. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഗ്ലോബൽ കണ്ടന്റ് എക്സ്പോസ്ഡ് ആയ ഒരു ഓഡിയൻസ് കൊറോണ കഴിഞ്ഞപ്പോൾ വന്നു. പിന്നെ ഭാഗ്യം എന്നൊക്കെ പറയുന്ന സാധനത്തിലൊക്കെ എന്തൊക്കെയോ ഉണ്ട്. അപ്പം ദാറ്റ്സ് ഹൗ ആൻഡ് ഐ എം ഹാപ്പി ദാറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻസ്പയർഡ്. അതുകൊണ്ട് ഇങ്ങനത്തെ കണ്ടന്റുകൾ ചെയ്യാൻ ആൾക്കാർക്ക് ധൈര്യം. ഗഗൻചാരിയുടെ പോസ്റ്റ് ചെയ്തതാണ്. ഗഗൻചാരി കണ്ടു കഴിഞ്ഞാൽ ഐ റിസീവ് അറ്റ്ലീസ്റ്റ് 1 ടൈം ലൂപ്പ് സ്ക്രിപ്റ്റ് എവറി വീക്ക്. ഒരു ടൈം ലൂപ്പ് സ്ക്രിപ്റ്റ് എങ്കിലും ആരെങ്കിലും എനിക്ക് എല്ലാ ആഴ്ച അയക്കാറുണ്ട്. ഇതിൽ ഒന്നെങ്കിലും ആയി കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഐ എം സോ ഹാപ്പി ദാറ്റ് ഫിലിംസ് ലൈക്ക് ദിസ് ആർ ഹാപ്പനിങ്.